സോ അയാൾ ഒരു പക്ഷേ ചിലപ്പോൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കുമായിരിക്കും, പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മൾ ഓപ്പൺ ആയിട്ടത് പറയണമെന്നുള്ളതാണ്. പറയാൻ സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവട്ടെ, ഇത് കണ്ടിട്ടെങ്കിലും. ഇതാണ് ഈ പടത്തിലെ സ്ത്രീകൾ. അപ്പൊ സ്ത്രീകളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. മെറീന എവിടെ? മെറീന അവളുണ്ടോ അവിടെ? മെറീന, നിങ്ങൾ പടം കണ്ടോ? ചോദിക്കേ. ഇത് ഫെമിനിസ്റ്റ് ചായവുള്ള പടമാണോ എന്നാണ് ഇവർ ചോദിക്കണം. ആണോ? ഇത് അടുത്ത ഇത് ഒരു ഫെമിനിസ്റ്റ് ചായവുള്ള പടമാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. ഫെമിനിസം എന്ന് പറയുന്നത് എന്താ? ഈക്വാലിറ്റി ആണ്. എനിക്കൊന്ന് ഫെമിനിസം എന്ന് പറയുന്നതിന്റെ ബേസ് തന്നെ ഈക്വാലിറ്റി ആണ്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് സിനിമയാണെന്നുള്ളത്. ഇവനിപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഐഷു എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു സംഭവം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങളാണ് പറയേണ്ടത് ഫെമിനിസ്റ്റ് സിനിമയാണോ അല്ലെങ്കിൽ അല്ലെ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മെന്നിസ്റ്റ് ഐ ഡോണ്ട് നോ ദാറ്റ് ടേം ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നിങ്ങളാ തീരുമാനിക്കണം. 2-3 റിവ്യൂവിന്റെ സമയത്ത് അങ്ങനെ ഒരു ഇത് ആരാണ് എടുത്തത്? ആരാണ്? അല്ല, ഇതിന്റെ ഡയറക്ടർ സ്ത്രീ അല്ലല്ലോ. അപ്പൊ പുള്ളിയുടെ ലെൻസിലൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ കണ്ണിലൂടെ കാണുന്നതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. കാരണം നമ്മളൊരു സിനിമ കാണുമ്പോൾ അത് ഫെമിനിസ്റ്റ് ആയിട്ടാണോ നമ്മളതിനെ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിലൊരു ശരിയുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണ്ടേ. ഇപ്പോൾ കമൽ സാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, നമ്മൾ സംസാരിക്കണ്ടേ എവിടെയെങ്കിലും. അപ്പോൾ നിങ്ങൾ സിനിമ കാണും, സിനിമ കണ്ടിട്ട് നിങ്ങൾ പറ. പല റിവ്യൂകളും വരും. ഇപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇനിയും കാര്യങ്ങൾ വരട്ടെ. ചർച്ച ചെയ്യാനായിട്ട് ആൾക്കാർ മടിക്കുന്ന ഒരു വിഷയമാണ്. ഇതിപ്പോൾ ഫാമിലിയിലാണെങ്കിൽ പോലും വൈഫ് വീട്ടിൽ പോലും പറയാനായിട്ട് മടിക്കുന്ന, അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാൾ പോലും പുറത്തേക്ക് പറയാൻ മടിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. അത് ഇപ്പോൾ വിവേകാനന്ദനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട്, ഞാൻ പറയുന്നില്ല, വിവേകാനന്ദനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അയാൾ ഒരുപക്ഷെ ചിലപ്പോൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കുമായിരിക്കും, പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മൾ ഓപ്പൺ ആയിട്ടത് പറയണമെന്നുള്ളതാണ്. പറയാൻ സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവട്ടെ, ഇത് കണ്ടിട്ടെങ്കിലും അതിന് ധൈര്യം ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. പണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിലുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ പ്രതികരിക്കാതിരുന്ന സ്ത്രീകളെ അവരുടെ അവസ്ഥയെ പറ്റി പറയുന്നുണ്ടോ? ഇതിൽ സംസാരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെ നടന്നെന്ന് പറഞ്ഞ് ഇപ്പം നമുക്ക് അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇപ്പം സ്വാസിക പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിൽ ചെറിയ അതിൻ്റെ ഒരു ചായ്വുണ്ട്. പക്ഷെ എവിടേക്കോ നമ്മൾ ഒരാൾക്കൊരു ഊർജ്ജം കൊടുത്താലാണെന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ധൈര്യം കിട്ടുള്ളൂ. അതിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് സംസാരിക്കുക, അതിനുവേണ്ടിയുള്ള ഹെൽപ്പ് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഈ സെയിം സിറ്റുവേഷൻ തന്നെ സ്ത്രീകൾക്കും ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. അത് തന്നെ പുരുഷന്മാർക്ക് ഫേസ് ചെയ്യേണ്ട, അതാണ് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു അഭിമാനം എന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, അത് സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കാം അതെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. ഇത് ഫെമിനിസം ആർക്കാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഫേസ് ചെയ്യാൻ പാടില്ല. ഫെമിനിസവും ബേസിക് ഹ്യൂമൻ റൈറ്റ്സും തമ്മിൽ രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റൈറ്റ്സോ അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് മീഡിയ ആദ്യം മനസ്സിലാക്കണം. എന്ത് നമ്മൾ പറഞ്ഞാലും അത് ഫെമിനിസത്തിലേക്ക് അല്ലെങ്കിൽ പറയുന്ന ആളെ ഫെമിനിസ്റ്റോ ആക്കി കളയരുത്. പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളാണല്ലോ എന്നോട് ചോദിക്കുന്നത്. പ്രേക്ഷകരെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതപ്പോൾ മീഡിയ സംസാരിക്കുമ്പോൾ അങ്ങനെ ചോദിക്കരുതല്ലോ. നിങ്ങൾക്കും ഒരു പോയിന്റ് ഓക്കെ, അത് ഞാൻ ക്ലാരിഫൈ ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാതെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കരുതല്ലോ. അത് പേഴ്സണലി ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ ഇത് ശരിയാണോ തെറ്റാണോ. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്നും ആ മാറ്റങ്ങൾ വരണം. എല്ലാവരും മാറി ചിന്തിക്കണം. ഒരു ഭരണകൂടം ഒരു ഭരണകക്ഷിയും പാസ്സാക്കി അതാണ്. ഭാര്യയ്ക്ക് സംഭവിക്കുമ്പോൾ അത് ഭർത്താവിൻ്റെ അവകാശമാണെന്നും ഭർത്താവിന് സംഭവിക്കുമ്പോൾ അത് ഭാര്യയുടെ അവകാശമാണെന്നും പറയുന്നിടത്താണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അത് ഹ്യൂമൻ റൈറ്റ്സ് അവിടെ ഇപ്പോൾ ആരും ചർച്ച ചെയ്യാതിരിക്കുകയാണ്. ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് വിജയിക്കുമോ ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ? നിയമ പോരാട്ടം ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അതിൻ്റെ പുറകെ നടക്കണമെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഇന്ന്
കിട്ടുവാണെങ്കിൽ മാത്രമേ ഇതൊരു നിയമപോരാട്ടത്തിലേക്ക് ഒരാളുടെ ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് ചിലപ്പോൾ നമുക്ക് എല്ലാവരോടും പബ്ലിക്കലി ഓപ്പൺ ആയിട്ട് പറഞ്ഞു നടക്കാനായിട്ട് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണുക, അത് തന്നെ. കാണാൻ പോകുന്ന പ്രേക്ഷകരോട് പറയാ, കാണുക, എന്നിട്ട് പറയാ, അഭിപ്രായം പറയാ. അയ്യോ എന്തൊരു ചൂടാണോ. ഇല്ല, ഇവരെല്ലാം പറഞ്ഞല്ലോ, എല്ലാ പോയിന്റ്സും അവർ പറഞ്ഞു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പ്രത്യേകിച്ച് അതെ, ഇത് കണ്ടാൽ മാത്രമാണ് ഈ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ പല ആൾക്കാർ പല ഉത്തരങ്ങളും പറയും. അപ്പോൾ അതൊരു ചർച്ചയാവട്ടെ, അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഡിസ്കഷൻ നമ്മുടെ സിനിമ കൊണ്ട് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അല്ലാതെ സ്ത്രീകൾ മാത്രം സംസാരിക്കട്ടെ, പുരുഷന്മാർക്ക് മാത്രം, അങ്ങനെയല്ല. രണ്ടുപേരും അങ്ങനെ ഒരു ചർച്ച വന്ന് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചർച്ചയാവട്ടെ. നമ്മൾ ഈ സിനിമയുടെ എൻഡിൽ പറഞ്ഞ പോലെ ഇതൊരു ഉപദേശം നമ്മൾ ആർക്കും കൊടുക്കാനോ അങ്ങനെയൊന്നും എന്തായാലും പറ്റില്ല. അതുപോലെ ഇതിനൊരു നിയമപരമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും എന്തായാലും പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനൊക്കെ പറയാൻ പറ്റുവാണെങ്കിൽ അത് നല്ലത്. അത് നമ്മുടെ സിനിമ കൊണ്ട് കിട്ടുന്നത് നമ്മൾക്കൊരു അഭിമാനമാണ്. കൂടുതൽ